പ്രിയരെ, ഇനി 2 ആഴ്ച മാത്രമാണ് ലോഗോസ് ബൈബിൾ ക്വിസ് മത്സര പരീക്ഷയ്ക്കുള്ളത്. എല്ലാ പാഠഭാഗങ്ങളും നന്നായി റിവിഷൻ ചെയ്യുക, മോഡൽ ടെസ്റ്റുകൾ ആവർത്തിച്ച് നടത്തുക. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നല്ല വിജയവും പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഇത് 2ാമത്തെ മോക്ക് ടെസ്റ്റാണ്. എല്ലാ പാഠഭാഗങ്ങളിലെയും അധ്യായങ്ങളിൽ നിന്നുള്ള 4 ഓപ്ഷനുകളോട് കൂടിയ 103 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോഗോസ് പരീക്ഷയ്ക്കും 103 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ആ മാതൃകയിൽ ഓരോ പുസ്തകത്തിൽ നിന്നും 25 വീതം ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരം OMR ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക. അവസാനം ഉത്തരങ്ങൾ എണ്ണി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ എന്ത് ചെയ്യാനാണ് യേശു 12 അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? എ. സുവിശേഷം പ്രസംഗിക്കാൻ. ബി. താമസിക്കാൻ. സി. ദൈവരാജ്യം പ്രസംഗിക്കാൻ. ഡി. കാലിലെ പൊടി തട്ടിക്കളയാൻ. 2. ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് യേശുവിനെക്കുറിച്ച് ഹേറോദോസിനോട് പറഞ്ഞത് ആരാണ്? എ. മറ്റു ചിലർ. ബി. ചിലർ. സി. വേറെ ചിലർ. ഡി. ജനങ്ങൾ. 3. യേശുവിൻ്റെ പിന്നാലെ ബേത്സൈദ പട്ടണത്തിൽ ചെന്ന ജനങ്ങളെ സ്വീകരിച്ച് യേശു അവരോട് എന്തിനെപ്പറ്റിയാണ് പ്രസംഗിച്ചത്? എ. സ്വർഗരാജ്യത്തെപ്പറ്റി. ബി. നിത്യജീവനെക്കുറിച്ച്. സി. ദൈവരാജ്യത്തെപ്പറ്റി. ഡി. നിത്യരക്ഷയെപ്പറ്റി. 4. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അധ്യായവും വാക്യവും എഴുതുക. എ. ലൂക്ക 9:9. ബി. ലൂക്ക 9:25. സി. ലൂക്ക 9:38. ഡി. ലൂക്ക 9:58. 5. യേശു വീട് തോറും ചുറ്റി നടക്കരുതെന്ന് പറഞ്ഞത് ആരോടാണ്? എ. യോഹന്നാനോട്. ബി. ഫരിസേയരോട്. സി. 12 അപ്പസ്തോലന്മാരോട്. ഡി. യേശു തിരഞ്ഞെടുത്ത 72 പേരോട്. 6. ഗുരു, നിത്യജീവൻ ഡാഷ് ഞാൻ എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. എ. നേടാൻ. ബി. പ്രാപിക്കാൻ. സി. അവകാശമാക്കാൻ. ഡി. ലഭിക്കാൻ. 7. നല്ല സമരിയാക്കാരൻ്റെ ഉപമയുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക. എ. മുറിവിൽ മരുന്ന് വച്ച് കെട്ടി. ബി. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. സി. ഒരു ലേവായൻ്റെ മനസ്സലിഞ്ഞു. ഡി. സത്രമുടമയ്ക്ക് 5 ദനാറ നൽകി. 8. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുള്ള ഉപമയിൽ ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് എന്താണ് വായ്പ ചോദിച്ചത്? എ. 3 അപ്പം. ബി. 5 അപ്പം. സി. 1 ബത്ത് എണ്ണ. ഡി. 1 കോർ ഗോതമ്പ്. 9. പിശാചുബാധിതനായ ഊമൻ സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? എ. യേശു പിശാചിനെ ശാസിച്ചപ്പോൾ. ബി. യേശു ഊമനെ തൊട്ടപ്പോൾ. സി. യേശു ഊമൻ്റെ തലയിൽ തൊട്ടപ്പോൾ. ഡി. പിശാച് പുറത്തുപോയപ്പോൾ. 10. യേശുവിനെ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചത് എപ്പോഴാണ്? എ. യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ബി. യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ. സി. യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഡി. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 11. വിശുദ്ധ ലൂക്ക 12:4 യേശു ശിഷ്യന്മാരെ സംബോധന ചെയ്തത് എങ്ങനെയാണ്? എ. എൻ്റെ സ്നേഹിതരെ. ബി. എൻ്റെ സഹോദരരെ. സി. എൻ്റെ പ്രിയപ്പെട്ടവരെ. ഡി. എൻ്റെ ചെറിയ അജഗണമേ. 12. വിശുദ്ധ ലൂക്ക 12:56 യേശു കപടനാട്യക്കാരെ എന്ന് വിളിച്ചത് ആരെയാണ്? എ. ഫരിസേയരെ. ബി. ജനക്കൂട്ടത്തെ. സി. നിയമജ്ഞരെ. ഡി. പുരോഹിതരെ. 13. എത്ര വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നുവെന്നാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? എ. 12 വർഷമായി. ബി. 10 വർഷമായി. സി. 5 വർഷമായി. ഡി. 3 വർഷമായി.
14 ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ ആരാണ്? എ യോഹന്നാൻ, ബി ആബേൽ, സി സക്കറിയ, ഡി യോന. 15 ആരെ കൊല്ലുന്ന പട്ടണമെന്നാണ് യേശു ജെറുസലേമിനെ വിശേഷിപ്പിച്ചത്? എ പ്രവാചകന്മാരെ, ബി വിശുദ്ധന്മാരെ, സി നീതിമാന്മാരെ, ഡി ദൈവഭക്തരെ. 16 യേശു ഹേരോദേസിനെ വിളിച്ചതെന്താണ്? എ കഴുത, ബി കുറുക്കൻ, സി ചെന്നായ്, ഡി കാട്ടുപോത്ത്. 17 സാബത്തിൽ യേശു ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടെ വച്ച് സുഖമാക്കിയത് ആരെയാണ്? എ കൂനുള്ള സ്ത്രീയെ, ബി പിശാച് ബാധിതനെ, സി മഹോദര രോഗിയെ, ഡി കുഷ്ഠരോഗിയെ. 18 ഉറകെട്ട ഉപ്പിനെ ആളുകൾ എന്തു ചെയ്യുന്നു? എ വലിച്ചെറിയുന്നു, ബി ദൂരെ എറിയുന്നു, സി പറമ്പിലെറിയുന്നു, ഡി പുറത്തെറിഞ്ഞു കളയുന്നു. 19 കാണാതായ ആടിൻ്റെ ഉപമ മറ്റേത് സുവിശേഷത്തിലാണുള്ളത്? എ മത്തായി 10 അധ്യായം 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ, ബി മത്തായി 18 അധ്യായം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ, സി മർക്കോസ് 10 അധ്യായം 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ, ഡി മർക്കോസ് 12 അധ്യായം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ. 20 ഇളയ മകൻ തനിക്ക് കിട്ടിയ സ്വത്തെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ആ ദേശത്തുണ്ടായത്? എ ഒരു കഠിന വരൾച്ച, ബി ഒരു വലിയ യുദ്ധം, സി ഒരു കഠിന ക്ഷാമം, ഡി ഒരു കഠിന പ്രളയം. 21 ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മൂത്തപുത്രൻ കോപിച്ച് എന്തിനാണ് വിസമ്മതിച്ചത്? എ അകത്ത് കയറാൻ, ബി വീട്ടിൽ കയറാൻ, സി ഭക്ഷണം കഴിക്കാൻ, ഡി പിതാവിനോട് സംസാരിക്കാൻ. 22 തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആരാണ്? എ ഈ തലമുറയിലെ മക്കൾ, ബി ഈ ലോകത്തിൻ്റെ മക്കൾ, സി ഈ തലമുറയിലെ ആളുകൾ, ഡി ഈ യുഗത്തിൻ്റെ മക്കൾ. 23 ജീവിതകാലത്ത് ധനവാന് എന്ത് ലഭിച്ചിരുന്നു എന്നാണ് അബ്രാഹം പറഞ്ഞത്? എ എല്ലാ ആർഭാടങ്ങളും, ബി എല്ലാ സന്തോഷങ്ങളും, സി എല്ലാ സുഖസൗകര്യങ്ങളും, ഡി എല്ലാവിധ സുഖങ്ങളും. 24 നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ദൂരെ ആരുടെ മടിയിലാണ് ലാസറിനെ കണ്ടത്? എ അബ്രാഹത്തിൻ്റെ, ബി ദൈവത്തിൻ്റെ, സി കർത്താവിൻ്റെ, ഡി മോശയുടെ. 25 എന്തിനെയൊക്കെ ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? എ ദൈവത്തെയും ധനത്തെയും, ബി ദൈവത്തെയും സാത്താനെയും, സി നന്മയെയും തിന്മയെയും, ഡി ഇരുട്ടിനെയും വെളിച്ചത്തെയും. 26 പൗലോസ്ലീഹായ്ക്ക് ആരിൽ ഉത്തമ വിശ്വാസമുണ്ടെന്നാണ് 2 കോരിന്തോസ് 7:4 പറയുന്നത്? എ ദൈവത്തിൽ, ബി മക്കേദോനിയക്കാരിൽ, സി കർത്താവിൽ, ഡി കോരിന്തോസുകാരിൽ. 27 ദൈവികമായ ഈ ദുഃഖം കോരിന്തോസുകാരിലെല്ലാം ഉളവാക്കിയിരിക്കുന്നതായി പൗലോസ്ലീഹ ആദ്യം പറഞ്ഞതെന്താണ്? എ ശുഷ്കാന്തി, ബി ഭയം, സി നിഷ്കളങ്കത, ഡി ഉത്സാഹം. 28 തങ്ങളോട് കോരിന്തോസുകാർക്കുള്ള താല്പര്യം എവിടെ വെളിപ്പെടുത്തേണ്ടതിനാണ് പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയത്? എ കർത്താവിൻ്റെ സന്നിധിയിൽ, ബി ദൈവസമക്ഷം, സി ദൈവസന്നിധിയിൽ, ഡി അത്യുന്നതൻ്റെ സമക്ഷം. 29 കാരുണ്യ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ആയിരിക്കുവാനാണ് പൗലോസ്ലീഹ കോരിന്തോസുകാരോട് ആവശ്യപ്പെടുന്നത്? എ ഉയർന്നു നിൽക്കാൻ, ബി മികച്ചു നിൽക്കാൻ, സി ശോഭിച്ചു നിൽക്കാൻ, ഡി വിജയിച്ചു നിൽക്കാൻ. 30 കോരിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത്? എ കർത്താവിൻ്റെ, ബി പൗലോസിൻ്റെ, സി മക്കേദോനിയക്കാരുടെ, ഡി തീത്തോസിൻ്റെ. 31 തങ്ങൾ കോരിന്തോസിലേക്ക് രണ്ടാമതയച്ച സഹോദരൻ്റെ പ്രത്യേകത എന്താണെന്നാണ് 2 കോരിന്തോസ്
8:22 പറയുന്നത് എ എല്ലാ കാര്യങ്ങളിലും താല്പര്യമുള്ളവൻ, ബി ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹി, സി പല കാര്യങ്ങളിലും ഉത്സാഹി, ഡി ചില കാര്യങ്ങളിൽ താല്പര്യമുള്ളവൻ. 32 എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? എ സന്തോഷപൂർവ്വം നൽകുന്നവനെ, ബി ധാരാളം നൽകുന്നവനെ, സി സ്നേഹത്തോടെ നൽകുന്നവനെ, ഡി മുഖം പാടാതെ നൽകുന്നവനെ. 33 കോരിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം കോരിന്തോസുകാരെ കാണാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? എ ദൈവം, ബി വിശുദ്ധർ, സി ദൈവഭക്തർ, ഡി കർത്താവ്. 34 അടുത്തായിരിക്കുമ്പോൾ പൗലോസ്ലീഹായെ കോരിന്തോസുകാർ കരുതുന്നത് എങ്ങനെയാണ്? എ വിനീതൻ, ബി തൻ്റെടി, സി ധിക്കാരി, ഡി അധികാരി. 35 പൗലോസ്ലീഹായും കൂട്ടരും നടത്തുന്നത് എങ്ങനെയുള്ള പോരാട്ടമല്ല എന്നാണ് 2 കോരിന്തോസ് 10:3 പറയുന്നത്. എ ലൗകിക പോരാട്ടമല്ല, ബി ജഡിക പോരാട്ടമല്ല, സി ശാരീരിക പോരാട്ടമല്ല, ഡി ഭൗതിക പോരാട്ടമല്ല. 36 എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. അധ്യായവും വാക്യവും എഴുതുക. എ 2 കോരിന്തോസ് 10:5, ബി 2 കോരിന്തോസ് 10:14, സി 2 കോരിന്തോസ് 10:16, ഡി 2 കോരിന്തോസ് 10:18. 37 അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി എന്ത് ചെയ്യുന്നവരല്ല തങ്ങളെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എ അളവറ്റ് സന്തോഷിക്കുന്നവരല്ല, ബി അതിരറ്റ് അഭിമാനിക്കുന്നവരല്ല, സി അമിതമായി ആഹ്ലാദിക്കുന്നവരല്ല, ഡി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല. 38 പൗലോസ്ലീഹായ്ക്ക് കോരിന്തോസുകാരോട് എന്ത് തോന്നുന്നുവെന്നാണ് 2 കോരിന്തോസ് 11:2 പറയുന്നത്. എ ദൈവികമായ സ്നേഹം, ബി ദൈവികമായ അസൂയ, സി ദൈവികമായ സഹതാപം, ഡി ദൈവികമായ കരുണ. 39 ബുദ്ധിമാന്മാരായ കോരിന്തോസുകാർ ആരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. എ വിഡ്ഢികളോട്, ബി ഭോഷന്മാരോട്, സി വൈരികളോട്, ഡി ശത്രുക്കളോട്. 40 പൗലോസ്ലീഹായ്ക്ക് യഹൂദരുടെ കയ്യിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് അടി കിട്ടിയത്? എ 2 പ്രാവശ്യം, ബി 3 പ്രാവശ്യം, സി 4 പ്രാവശ്യം, ഡി 5 പ്രാവശ്യം. 41 പൗലോസ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ഏത് നഗരത്തിനാണ് കാവലേർപ്പെടുത്തിയത്? എ മക്കേദോനിയ നഗരത്തിന്, ബി ദമാസ്കസ് നഗരത്തിന്, സി ജെറുസലേം നഗരത്തിന്, ഡി കഫർനാം നഗരത്തിന്. 42 2 കോരിന്തോസ് 12:12 പ്രകാരം ആർക്കാണ് ഒരു അപ്പോസ്തലിന് ചേർന്ന അടയാളങ്ങൾ നൽകപ്പെട്ടത്? എ തീത്തോസിന്, ബി സഹോദരന്മാർക്ക്, സി കോരിന്തോസുകാർക്ക്, ഡി മക്കേദോനിയക്കാർക്ക്. 43 ആരാണ് അതീവ സന്തോഷത്തോടെ കോരിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്? എ തീത്തോസ്, ബി കർത്താവ്, സി പൗലോസ്ലീഹ, ഡി സഹോദരന്മാർ. 44 എന്തിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്നാണ് പൗലോസ്ലീഹായോട് കർത്താവ് പറഞ്ഞത്? എ ബലഹീനതയിൽ, ബി സ്നേഹത്തിൽ, സി ആരാധനയിൽ, ഡി പ്രാർത്ഥനയിൽ. 45 പൗലോസ്ലീഹ കോരിന്തോസുകാരുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി പൗലോസ്ലീഹ എന്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എ വഞ്ചിച്ചിട്ടുണ്ടോ, ബി കബളിപ്പിച്ചിട്ടുണ്ടോ, സി ദുഃഖിപ്പിച്ചിട്ടുണ്ടോ, ഡി വേദനിപ്പിച്ചിട്ടുണ്ടോ. 46 ക്രിസ്തു പൗലോസ്ലീഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് കോരിന്തോസുകാർ എന്ത് ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ഉറപ്പ്, ബി സാക്ഷ്യം, സി രേഖ, ഡി തെളിവ്.
47 ആര് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്. എ യേശുക്രിസ്തു, ബി കർത്താവ്, സി ദൈവം, ഡി അത്യുന്നതൻ. 48 എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് പൗലോസ്ലീഹ 2 കോരിന്തോസ് 13:12 പറയുന്നത്. എ ആലിംഗനം കൊണ്ട്, ബി ആദരവ് കൊണ്ട്, സി വിശുദ്ധ ചുംബനം കൊണ്ട്, ഡി സ്നേഹം കൊണ്ട്. 49 2 കോരിന്തോസ് 11:32-33 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ബി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ, സി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ, ഡി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. 50 കോരിന്തോസുകാരോടുകൂടെ ആയിരിക്കുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് എന്താണ് ഉണ്ടായത്? എ കഷ്ടത, ബി ഞെരുക്കം, സി ദുഃഖം, ഡി ശാന്തത. 51 സ്വപ്നത്തിലെ ദർശനം എന്ത് മാത്രമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ, ബി യഥാർത്ഥ ജീവിതത്തിൻ്റെ പ്രതിച്ഛായ, സി യഥാർത്ഥ ചിന്തകളുടെ പ്രതിച്ഛായ, ഡി മനസ്സിൻ്റെ യഥാർത്ഥ മുഖച്ഛായ. 52 പലപ്പോഴും മാരകമായ അപകടങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രഭാഷകനെ രക്ഷിച്ചിട്ടുള്ളത് എന്താണ്? എ ദൈവവിശ്വാസം, ബി അനുഭവജ്ഞാനം, സി സൂക്ഷ്മബുദ്ധി, ഡി വിജ്ഞാനം. 53 കർത്താവ് എന്തെല്ലാമാണ് പ്രദാനം ചെയ്യുന്നത്? എ ജീവനും രക്ഷയും സമാധാനവും, ബി കൃപയും കരുണയും അഭയവും, സി രക്ഷയും സമാധാനവും അനുഗ്രഹവും, ഡി സൗഖ്യവും ജീവനും അനുഗ്രഹവും. 54 ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ്? എ കുറ്റക്കാരൻ, ബി കൊലപാതകി, സി വഞ്ചകൻ, ഡി പാപി. 55 പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ ഡാഷ് ആര് ശപിക്കും? പൂരിപ്പിക്കുക. എ യാചന, ബി അപേക്ഷ, സി പ്രാർത്ഥന, ഡി പശ്ചാത്താപം. 56 കൽപ്പനകൾ അനുസരിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? എ സമാധാന ബലിക്ക്, ബി കൃതജ്ഞതാ ബലിക്ക്, സി പാപപരിഹാര ബലിക്ക്, ഡി ധാന്യബലിക്ക്. 57 അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് എങ്ങനെയാണ് തിരികെ കൊടുക്കേണ്ടത്? എ ഉദാരമായ മനസ്സോടെ, ബി കഴിവിനൊത്ത് ഉദാരമായി, സി ഏറ്റവും പ്രീതികരമായി, ഡി നിറമനസ്സോടെ. 58 വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ എന്താണ് ആശ്വാസപ്രദമായത്? എ കർത്താവിൻ്റെ സാന്നിധ്യം, ബി കർത്താവിൻ്റെ സ്നേഹം, സി കർത്താവിൻ്റെ ദയ, ഡി കർത്താവിൻ്റെ കരുണ. 59 കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ 36:11 പറയുന്നത്. എ തകർന്നു പോകുകയും ചെയ്യട്ടെ, ബി മരിച്ചു പോകുകയും ചെയ്യട്ടെ, സി നാശമടയുകയും ചെയ്യട്ടെ, ഡി പരാജയപ്പെടുകയും ചെയ്യട്ടെ. 60 അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്തു നൽകണമെന്നാണ് പ്രഭാഷകൻ കർത്താവിനോട് അപേക്ഷിക്കുന്നത്? എ പ്രതിഫലം, ബി അനുഗ്രഹം, സി കീർത്തി, ഡി സമ്പത്ത്. 61 ആരെയാണ് ഒരുമിച്ച് കൂട്ടാൻ പ്രഭാഷകൻ കർത്താവിനോട് അപേക്ഷിക്കുന്നത്? എ ഇസ്രായേൽ ജനത്തിനെ, ബി ഇസ്രായേൽ ഗോത്രങ്ങളെ, സി അഹ്റോന്റെ ഗോത്രങ്ങളെ, ഡി യാക്കോബിന്റെ ഗോത്രങ്ങളെ. 62 കർത്താവിൻ്റെ ആലയത്തെ എന്തുകൊണ്ട് നിറയ്ക്കണമെന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? എ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്, ബി കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട്, സി കർത്താവിൻ്റെ മഹത്വം കൊണ്ട്, ഡി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട്. 63 നിന്നെ സംശയിക്കുന്നവനോട് എന്താണ് ചോദിക്കാൻ പാടില്ലാത്തത്? എ മാർഗം, ബി ഉപദേശം, സി വായ്പ, ഡി നിർദ്ദേശം.
64 എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ ആലോചനയുടെ, ബി ചിന്തയുടെ, സി സംസാരത്തിൻ്റെ, ഡി നന്മയുടെ. 65 എന്താണ് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന് പ്രഭാഷകൻ 37-31 പറയുന്നത്? എ അമിത ഭോജനം, ബി ആഡംബരം, സി വീഞ്ഞ്, ഡി കലഹം. 66 മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് കർത്താവ് മനുഷ്യർക്ക് എന്താണ് നൽകിയത്? എ കഴിവുകൾ, ബി സൗന്ദര്യം, സി സിദ്ധികൾ, ഡി ബുദ്ധിശക്തി. 67 രോഗം വരുമ്പോൾ എങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത്? എ തീവ്രമായി, ബി നിരന്തരം, സി ഭയപ്പെടാതെ, ഡി ഉദാസീനനാകാതെ. 68 ശക്തി കെടുത്തുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ അസുഖം, ബി മരണവേദന, സി വിലാപം, ഡി ഹൃദയവേദന. 69 അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ വാക്കുകളാണ് വിലമതിക്കുന്നത്? എ വിശ്രുതരുടെ, ബി ദൈവഭക്തന്റെ, സി വിവേകികളുടെ, ഡി ജ്ഞാനികളുടെ. 70 കർത്താവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത്? എ അരുവികൾ എന്ന പോലെ, ബി നീരുറവകൾ എന്ന പോലെ, സി നദി എന്ന പോലെ, ഡി കടൽ എന്ന പോലെ. 71 മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അധ്യായവും വാക്യവും എഴുതുക. എ പ്രഭാഷകൻ 39:15, ബി പ്രഭാഷകൻ 39:19, സി പ്രഭാഷകൻ 39:22, ഡി പ്രഭാഷകൻ 39:29. 72 മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും ആർക്കാണ് 7 ഇരട്ടിയായി വന്നു ചേരുന്നത്? എ ദുഷ്ടർക്ക്, ബി വഞ്ചകർക്ക്, സി ഭോഷന്മാർക്ക്, ഡി പാപികൾക്ക്. 73 ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്താണ്? എ സദുപദേശം, ബി ദൈവഭക്തി, സി ദാനധർമ്മം, ഡി വിവേകം. 74 എങ്ങനെ ജീവിക്കരുതെന്നാണ് പ്രഭാഷകൻ 40:28 പറയുന്നത്? എ ഒരു ഭോഷനെ പോലെ, ബി ഒരു വിഡ്ഢിയെ പോലെ, സി ഒരു ഭിക്ഷുവിനെ പോലെ, ഡി ഒരു ദുഷ്ടനെ പോലെ. 75 ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമാകുന്നത്? എ വിഡ്ഢിയുടെ, ബി നിർലജ്ജന്റെ, സി ദുഷ്ടന്റെ, ഡി ദരിദ്രന്റെ. 76 യൂദാഗോത്രക്കാർ തീവച്ച നഗരമേതാണ്? എ ജെറുസലേം, ബി ഹെബ്രോൺ, സി നെഗബ്, ഡി ബഥേൽ. 76 യൂദാഗോത്രക്കാർ കൈവശപ്പെടുത്തിയതിൽ ഉൾപ്പെടാത്ത സ്ഥലമേതാണ്? എ ഗാസ, ബി ബഥേൽ, സി അഷ്കലോൺ, ഡി എക്രോൺ. 78 അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീഖ്, റഖോബ് എന്നിവിടങ്ങളിലെ നിവാസികളെ പുറത്താക്കാത്തത് ആരാണ്? എ മനാസെ, ബി ഇസാക്കർ, സി ആഷേർ, ഡി സെബുലൂൺ. 79 ഇസ്രായേലിനെതിരെ കോപം ജ്വലിച്ച കർത്താവ് ആരുടെ ആധിപത്യത്തിനാണ് അവരെ വിട്ടുകൊടുത്തത്? എ ചുറ്റുമുള്ള പ്രഭുക്കന്മാരുടെ, ബി ചുറ്റുമുള്ള അന്യജനതകളുടെ, സി ചുറ്റുമുള്ള രാജാക്കന്മാരുടെ, ഡി ചുറ്റുമുള്ള ശത്രുക്കളുടെ. 80 യേഹൂദിന്റെ കാലത്ത് എത്ര വർഷമാണ് നാട്ടിൽ ശാന്തി നിലനിന്നത്? എ 18 വർഷം, ബി 20 വർഷം, സി 40 വർഷം, ഡി 80 വർഷം. 81 യേഹൂദിന്റെ ഗോത്രം ഏതായിരുന്നു? എ ആഷേർ, ബി ബെഞ്ചമിൻ, സി ഇസാക്കർ, ഡി നഫ്താലി. 82 ബാറഖ്
ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്നുള്ള 10,000 പടയാളികളെയാണ് വിളിച്ചുകൂട്ടിയത്? എ. സെബ്ലൂണിനെയും നഫ്താലിയിലെയും, ബി. ദാനിൻ്റെയും നഫ്താലിയിലെയും, സി. ബെഞ്ചമിൻ്റെയും ശിമയോൻ്റെയും, ഡി. റൂബൻ്റെയും ദാനിൻ്റെയും. 83. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ഗോത്രം ഏതാണ്? എ. നഫ്താലി, ബി. ആഷേർ, സി. സെബുലൂൺ, ഡി. യൂദ. 84. ഗിദെയോന്റെ ഏത് പരീക്ഷണത്തിലാണ് രോമവസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കണ്ടത്? എ. ഒന്നാം പരീക്ഷണത്തിൽ, ബി. രണ്ടാം പരീക്ഷണത്തിൽ, സി. മൂന്നാം പരീക്ഷണത്തിൽ, ഡി. അഞ്ചാം പരീക്ഷണത്തിൽ. 85. മിദിയാൻകാർക്കെതിരെ ഗിദെയോൻ താവളമടിച്ചത് എവിടെയാണ്? എ. ഹാരോദ് നീരുറവയ്ക്ക് സമീപം, ബി. ജസ്രേൽ താഴ്വരയിൽ, സി. കാർക്കോറിൽ, ഡി. താബോറിൽ. 86. ഗിദെയോൻ നിർമ്മിച്ച എഫോദ് എവിടെയാണ് സ്ഥാപിച്ചത്? എ. ഷെക്കെമിൽ, ബി. അർമായിൽ, സി. പെനുവേലിൽ, ഡി. ഓഫ്രായിൽ. 87. അബിമലക് താമസിച്ചിരുന്നത് എവിടെയാണ്? എ. അർമായിൽ, ബി. ഷെക്കേമിൽ, സി. ഷാൽബീമിൽ, ഡി. സുക്കോത്തിൽ. 88. ഗിദെയോനെതിരെ അണിനിരന്ന മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ എന്നിവരുടെ കൂട്ടം താഴ്വരയിൽ എന്തുപോലെയാണ് അസംഖ്യമായിരുന്നത്? എ. മണൽത്തരികൾ പോലെ, ബി. നക്ഷത്രങ്ങൾ പോലെ, സി. വെട്ടുകിളികൾ പോലെ, ഡി. ജനക്കൂട്ടം പോലെ. 89. ഗിദെയോന്റെ വംശം ഏതാണ്? എ. ദാവീദ് വംശം, ബി. അബിയ വംശം, സി. ആമോസ് വംശം, ഡി. അബിയേസർ വംശം. 90. ഏതൊക്കെ പ്രദേശങ്ങളുടെ കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്നാണ് ഗിദെയോൻ സേബായുടെയും സൽമുന്നായുടെയും സൈന്യത്തെ ആക്രമിച്ചത്? എ. നോബാഹിനും യോഗ്ബെയായ്ക്കും, ബി. സുക്കോത്തിനും പെനുവേലിനും, സി. ഹേറസിനും സേറായ്ക്കും, ഡി. സേറായ്ക്കും ബത്ബാറായ്ക്കും. 91. നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദിയാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഇങ്ങനെ ഗിദെയോനോട് പറഞ്ഞതാരാണ്? എ. ഇസ്രായേൽ പ്രമാണികൾ, ബി. ഇസ്രായേൽ ജനം, സി. ഷെക്കേം നിവാസികൾ, ഡി. ഇസ്രായേൽ പിതാക്കൾ. 92. ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്ക് മരത്തിന്റെ സമീപം വെച്ച് രാജാവായി വാഴിച്ചത് ആരെയാണ്? എ. ഗിദെയോനെ, ബി. സൽമുന്നായെ, സി. സേബായെ, ഡി. അബിമലക്കിനെ. 93. ഏത് മലയുടെ മുകളിൽ കയറി നിന്നാണ് യോത്താം ഷെക്കേം നിവാസികളോട് വിളിച്ചു പറഞ്ഞത്? എ. സീനായ് മല, ബി. താബോർ മല, സി. ഗെരിസിം മല, ഡി. സൽമോൻ മല. 94. അബിമലക്കിനും ഷെക്കേം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം അയച്ചത് ആരെയാണ്? എ. ഒരു ദുരാത്മാവിനെ, ബി. ഒരു ദുഷ്ടാരൂപിയെ, സി. ഒരു അശുദ്ധാത്മാവിനെ, ഡി. ഒരു ദുഷ്ടാത്മാവിനെ. 95. അബിമലക് അവസാനം പിടിച്ചടക്കിയ പട്ടണം ഏതാണ്? എ. അർമ, ബി. തബസ്, സി. ഷെക്കേം, ഡി. ഓഫ്ര. 96. ആരുടെ ശാപമാണ് ഷെക്കേം നിവാസികളുടെ മേൽ പതിച്ചത്? എ. അബിമലക്കിന്റെ, ബി. ഗിദെയോന്റെ, സി. ദൈവത്തിന്റെ, ഡി. യോത്താമിന്റെ. 97. ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. ഇത് ന്യായാധിപന്മാർ ഗ്രന്ഥത്തിൽ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ അവസാനം കാണുന്നത് എവിടെയാണ്? എ. ന്യായാധിപന്മാർ 10:1, ബി. ന്യായാധിപന്മാർ 10:4, സി. ന്യായാധിപന്മാർ 10:6, ഡി. ന്യായാധിപന്മാർ 10:10. 98. ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേല്യരെ മുഴുവൻ എത്ര വർഷമാണ് അവർ പീഡിപ്പിച്ചത്? എ. 18 വർഷം, ബി. 20 വർഷം, സി. 30 വർഷം, ഡി. 80 വർഷം. 99. അമ്മോന്യർ ഇസ്രായേൽക്കാരോട് യുദ്ധത്തിനൊരുങ്ങി താവളമടിച്ചത് എവിടെയാണ്? എ. കാർഗോറിൽ, ബി. താബോറിൽ, സി. ഗിലെയാദിൽ, ഡി. മിസ്പായിൽ.
100 ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക, ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാക്യം എഴുതുക. എ ന്യായാധിപന്മാർ 10:12, ബി ന്യായാധിപന്മാർ 10:15, സി ന്യായാധിപന്മാർ 10:16, ഡി ന്യായാധിപന്മാർ 10:17. 101 2 കോരിന്തോസ് 10:3 വിവരിക്കുക. 102 വിശുദ്ധ ലൂക്ക 11:23 വിവരിക്കുക. 103 പ്രഭാഷകൻ 35:20 വിവരിക്കുക.